രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായി കേരളത്തിലെത്തുകയാണ്. നാളെ കോഴിക്കോട്ടാണ് മോദി എത്തുന്നത്. എൻഡിഎയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന വിജയ് സങ്കൽപ് റാലിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. വൈകിട്ട് 5 മണിയോടെ പ്രത്യേക വിമാനത്തിൽ കരിപ്പൂർ വിമാനത്താവളത്തിലെത്തുന്ന അദ്ദേഹം റോഡ് മാർഗം 6 മണിയോടെ കടപ്പുറത്തെ വേദിയിലെത്തും. കോഴിക്കോട്, വയനാട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ്, പാലക്കാട് ജില്ലകളിലെ മുഴുവൻ എൻഡിഎ സ്ഥാനാർത്ഥികളും എൻഡിഎ നേതാക്കളും വേദിയിൽ സന്നിഹിതരാവും. കോഴിക്കോട്, വടകര, മലപ്പുറം പാർലമെന്റ് മണ്ഡലങ്ങളിലെ എൻഡിഎ പ്രവർത്തകർ സമ്മേളനത്തിൽ പങ്കെടുക്കും. സമ്മേളന ശേഷം റോഡ് മാർഗം വിമാനത്താവളത്തിൽ തിരിച്ചെത്തുന്ന നരേന്ദ്രമോദി പ്രത്യേക വിമാനത്തിൽ ന്യൂഡൽഹിക്ക് മടങ്ങും. കേരളത്തെ ഇളക്കിമറിക്കുന്ന തീരുമാനങ്ങളും പ്രഖ്യാപനവുമാകും മോദി നടത്തുക. ശബരിമല വിഷയം ചർച്ച ചെയ്യാൻ പാകത്തിലുള്ള പ്രസംഗമാകും മോദി നടത്തുകയെന്നതാണ് ഇപ്പോൾ പറയുന്നത്. കൂടാതെ വയനാട്ടിലേക്ക് വന്ന രാഹുലിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്യും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി കനത്ത സുരക്ഷയാണ് നഗരത്തിലും കോഴിക്കോട് കടപ്പുറത്തും ഏർപ്പെടുത്തുന്നത്. ഉത്തര കേരളത്തിൽ മോദി തരംഗം എത്രത്തോളം ശക്തമാണെന്ന് വ്യക്തമാക്കുന്നതായിരിക്കും കടപ്പുറത്തെ മഹാസമ്മേളനമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 18-ന് വീണ്ടും മോദി കേരളത്തിലെത്തും. തിരുവനന്തപുരത്തെ പൊതുസമ്മേളനത്തിൽ സംസാരിക്കും. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ വയനാട്ടിലെത്തുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. എൻഡിഎ നേതാക്കളായ ചേറ്റൂർ ബാലകൃഷ്ണൻ, TP ജയചന്ദ്രൻ, തിരുവള്ളൂർ മുരളി, അഡ്വക്കേറ്റ് PM സണ്ണി, സതീഷ് കുറ്റിയിൽ, മുഹമ്മദ് ഇക്ബാൽ ഖാൻ എന്നിവരും പങ്കെടുക്കും. വയനാട്ടിലെ സ്ഥാനാർത്ഥിയായ രാഹുലിനെതിരെ ഇടതുമുന്നണി പ്രതിഷേധം ഘടിപ്പിക്കുകയാണ്. വയനാട് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നതിൽ നിന്ന് രാഹുൽ ഗാന്ധി പിന്മാറണമെന്ന് CPI ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി പറഞ്ഞു. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ ഫാസിസ്റ്റ് ശക്തികൾക്ക് വളരാനുള്ള അവസരമാണ് കോൺഗ്രസ് ഒരുക്കുന്നത്. ഇടതുപക്ഷത്തിനെതിരെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. മോദി വീണ്ടും പ്രധാനമന്ത്രിയായാൽ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും മാത്രമായിരിക്കും അതിന് ഉത്തരവാദികൾ. BJPയുടെ രാഷ്ട്രീയ പ്രതിയോഗികളെ ഇല്ലാതാക്കുക മാത്രമാണ് ഇൻകം ടാക്സ് റെയ്ഡുകളുടെ ലക്ഷ്യമെന്നും സുധാകർ റെഡ്ഡി പറഞ്ഞു. അതേസമയം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് ദേശീയ സഖ്യത്തെ ബാധിക്കില്ലെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വ്യക്തമാക്കി. വയനാട്ടിൽ വോട്ട് ചോർച്ചയുണ്ടാകാതിരിക്കാൻ സംസ്ഥാന നേതാക്കൾക്ക് ബൂത്തുകളുടെ ചുമതല നൽകിയിരിക്കുകയാണ് ഇടതുമുന്നണി. വയനാട്ടിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വിജയസാധ്യതയുള്ള മറ്റു മണ്ഡലങ്ങളെ ദോഷമായി ബാധിക്കുമെന്നതിനാൽ വയനാടിനായി പ്രത്യേക പ്രചരണ പരിപാടികൾ ആവശ്യമില്ലെന്ന നിലപാടിലാണ് ഇപ്പോൾ ഇടതുമുന്നണി എത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിൽ തങ്ങൾ ഭയപ്പെടുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ഇടതു നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും അവർക്ക് നന്നേ ഭയമുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.